അധ്യാപക പുനർനിയമന കൈക്കൂലി കേസിൽ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ പരിശോധിക്കാൻ അനുമതി തേടി വിജിലൻസ് ഡയറക്ടർ പൊതുഭരണ വകുപ്പിന് കത്ത് നൽകും. അറസ്റ്റിലായ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ സുരേഷ് ബാബുവിനായി കസ്റ്റഡി അപേക്ഷയും നൽകും. ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, വിശദാംശം. അജി, രണ്ടാഴ്ച മുമ്പാണ് കൈക്കൂലി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപക പുനർനിയമന കേസിൽ അറസ്റ്റ് ഉണ്ടായത്. വടകര സ്വദേശിയായ മുൻ ഹെഡ് മാസ്റ്റർ KP വിജയനെ കൊച്ചിയിൽ നിന്നാണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് ഈ കേസിൽ പങ്കുണ്ട് എന്ന് വിജിലൻസിന് വ്യക്തമായത്. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ സെഷൻ ഓഫീസർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി സുരേഷ് ബാബുവിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ നടപടികൾക്ക് സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകൾ വിജിലൻസിനെ പരിശോധിക്കേണ്ടതുണ്ട്. കോട്ടയം വിജിലൻസ് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. കോട്ടയം വിജിലൻസ് യൂണിറ്റ് വിജിലൻസ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ പൊതുഭരണ വകുപ്പിന് കത്ത് നൽകും. അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് നൽകിയതിനു ശേഷം വിജിലൻസ് കോട്ടയം യൂണിറ്റിലെ ഉദ്യോഗസ്ഥരെത്തി സെക്രട്ടേറിയറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകൾ പരിശോധിക്കും. പ്രധാനമായും ഈ രണ്ടാം പ്രതിയായ സുരേഷ് ബാബു കൈകാര്യം ചെയ്ത ഫയലുകളാണ് പരിശോധിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ മറ്റ് കൈക്കൂലി ഇടപാടുകളൊക്കെയും നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുക. പാലാ ഉപജില്ലയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 അധ്യാപകരുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകളിൽ അത് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത്. ഈ സുരേഷ് ബാബു എന്ന സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്റെ ഏജന്റ് ആയിരുന്നു ആദ്യം അറസ്റ്റിലായ 1-ാം പ്രതിയായ KP വിജയൻ എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ രണ്ടുപേരും റിമാൻഡിലാണ്. ഇരുവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വീണ്ടും വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട അടക്കമുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കും. അതിനായി സുരേഷ് ബാബുവിനായി കസ്റ്റഡി അപേക്ഷയും നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അതിനുശേഷം സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ പരിശോധിക്കുന്ന കാര്യത്തിലേക്ക് വിജിലൻസ് കടക്കും. അതിന് പ്രധാനമായും അനുമതി ലഭിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കാണ് വിജിലൻസ് ഡയറക്ടർ കത്ത് നൽകുക. അജി, വിവരങ്ങൾ നൽകിയത്.